കാർഷിക വാർത്തകൾ. അവധി ആഘോഷങ്ങളിൽ കാർഷിക വിപണി. പ്രധാന കാർഷിക ഇനങ്ങളുടെ വരവ് ചുരുങ്ങിയെന്ന വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ ഏലം ഉൽപ്പാദനത്തിൽ ഇടിവ് തുടരും. അതേസമയം ആഗോള വിപണിയിൽ റബ്ബറിന് വിലക്കയറ്റം നേരിടുന്നുവെന്ന റിപ്പോർട്ട്. ടെർമിനൽ വിപണിയിലും ഉൽപ്പാദന കേന്ദ്രങ്ങളിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും കുരുമുളക്, കാപ്പി, കൊക്കോ, ചുക്ക്, മഞ്ഞൾ, ജാതിക്ക, അടയ്ക്ക തുടങ്ങിയവയുടെ വരവ് കുറഞ്ഞു. ക്രിസ്മസിനോട് അനുബന്ധിച്ച് അവധി ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞ കാർഷിക മേഖല ഇനി ന്യൂ ഇയർ ആഘോഷങ്ങളും കഴിഞ്ഞ് തിരിച്ചുവരവിന് സാധ്യതയുള്ളൂ. സംസ്ഥാനത്തെ പിന്നിട്ട മാസങ്ങളിൽ വരൾച്ച മൂലം ഏലക്ക ഉൽപ്പാദനത്തിൽ സംഭവിച്ച ഇടിവ് വരും മാസങ്ങളും നിലനിൽക്കുമെന്ന സൂചന കണക്കിലെടുത്താൽ ലേലകേന്ദ്രങ്ങളിലേക്കുള്ള ചരക്ക് വരവിലെ കുറവ് പുതുവർഷത്തിലും തുടരാം. വണ്ടൻമേട് നടന്ന ലേലത്തിൽ മൊത്തം 47,224 കിലോഗ്രാം ഏലക്ക വന്നതിൽ 46,908 കിലോയും കൈമാറി. മികച്ച ഇനങ്ങൾ കിലോ 3,292 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,898 രൂപയിലും ലേലം നടന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാരുടെ വരവ് മുന്നിൽ കണ്ട് കയറ്റുമതിക്കാർ വലിപ്പം കൂടിയ ഇനം ഏലക്കയിൽ കൂടുതൽ താൽപര്യം കാണിക്കുന്നുണ്ട്. വർഷാന്തം അടുത്തതോടെ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരങ്ങളിൽ ഊഹക്കച്ചവടക്കാർ ബാധ്യതകൾ കുറയ്ക്കാൻ നടത്തിയ നീക്കം വിലകയറ്റം സൃഷ്ടിച്ചു. ജപ്പാൻ നാണയമായ യെന്നിന്റെ വിനിമയ മൂല്യം ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞത് വിദേശ നിക്ഷേപകരുടെ ശ്രദ്ധ റബ്ബറിലേക്ക് തിരിച്ചു. കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില 19,461 രൂപയിൽ നിന്നും 19,561 രൂപയായി. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വില ഉയരുമെന്ന സൂചനകളെ തുടർന്ന് ടയർ വ്യവസായികൾ സംസ്ഥാനത്തെ മുഖ്യ വിപണികൾ പിടിമുറുക്കിയതോടെ 4ാം ഗ്രേഡ് ഷീറ്റ് വില 18,700 നിന്നും 18,800 രൂപയായി. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഉയർന്നു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 100 രൂപ കയറി 21,900 രൂപയായി. കൊപ്ര 14,500 ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 മുന്നേറുമെന്ന പ്രതീക്ഷയിൽ റബ്ബർ വ്യവസായം. നടപ്പ് വർഷം റബ്ബർ ഡിമാൻഡിൽ വർധനയുണ്ടായിട്ടുണ്ട്. ഓട്ടോമോട്ടീവ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളാകും റബ്ബർ വില മുന്നേറ്റത്തിന് കാരണമാവുകയെന്നാണ് വിലയിരുത്തൽ. ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കാലാവസ്ഥാ വെല്ലുവിളികൾക്കും ഇടയിൽ റബ്ബർ വ്യവസായം 2025 മുന്നേറുമെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഉൽപാദനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വർഷമായിരുന്നു 2024. കനത്ത മഴയും വെള്ളപ്പൊക്കവും ഫംഗസ് രോഗങ്ങളും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. ഇന്ത്യൻ റബ്ബർ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം ഉപഭോഗം 4.9% വർദ്ധിച്ച് 14,16,000 ടണ്ണിലെത്തി. മുൻവർഷം ഇത് 13,50,000 ടണ്ണായിരുന്നു. ഈ വർഷം ഓഗസ്റ്റിലെ വിലയിടിവിന് മുൻപ് കിലോയ്ക്ക് 247 രൂപ എന്ന ഉയർന്ന നിരക്കിൽ റബ്ബർ വിറ്റുമാറാൻ സാധിച്ചിരുന്നു. ഓട്ടോമോട്ടീവ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലാകും റബ്ബർ വില മുന്നേറ്റത്തിന് കാരണമാകുകയെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രധാന ഉൽപാദന രാജ്യങ്ങളിലെ വിതരണ നിയന്ത്രണങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ ഡിമാൻഡ് ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാർഷിക മന്ത്രാലയത്തിന്റെ പദ്ധതിക്ക് തണുപ്പൻ പ്രതികരണം. പദ്ധതിക്ക് കീഴിൽ 35 സംരംഭങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. മികച്ച കാലവർഷവും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ പുരോഗതിയുമുണ്ടായിട്ടും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാർഷിക മന്ത്രാലയത്തിന്റെ പദ്ധതിക്ക് തണുത്ത പ്രതികരണം. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അഗ്രി ക്ലിനിക്സ് ആൻഡ് അഗ്രി ബിസിനസ് സെന്റർ പദ്ധതിക്ക് കീഴിൽ 35 സംരംഭങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയായ കൃഷ്യോന്നതി യോജനയുടെ ഭാഗമായാണ് അഗ്രി ക്ലിനിക്സ് ആൻഡ് അഗ്രി ബിസിനസ് സെന്റർ പദ്ധതി. കർഷകർക്ക് ആധുനിക കാർഷിക രീതികളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. 2025 സാമ്പത്തിക വർഷത്തിൽ 2,605 കാർഷിക സംരംഭങ്ങൾ സ്ഥാപിക്കുകയെന്നതായിരുന്നു ലക്ഷ്യം. നബാർഡുമായി സഹകരിച്ച് 2022 ഏപ്രിലാണ് ഇത് ആരംഭിച്ചത്. ശക്തമായ ഒരു വിതരണ ശൃംഖലയുടെ അഭാവമാണ് കാർഷിക ബിരുദധാരികൾക്കിടയിൽ സംരംഭങ്ങളുടെ താൽപര്യം കുറയാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതികൂല കാലാവസ്ഥ ഏലത്തിന് വെല്ലുവിളിയാകുന്നു. വരൾച്ച മൂലം ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷമാണ് ഏല കർഷകർ നേരിട്ടത്. വരും ദിനങ്ങളിൽ റബ്ബർ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഈ വർഷം ഏലത്തിന് സുഗന്ധം നഷ്ടപ്പെട്ടുവെന്നാണ് വിപണി വ്യക്തമാക്കുന്നത്. വരൾച്ച മൂലം ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷമാണ് ഏല കർഷകർ നേരിട്ടത്. 5 ഏക്കറിൽ താഴെ ഏലം കൃഷി ചെയ്യുന്ന ചെറുകിട നാമമാത്ര കർഷകർ ജലസേചന സൗകര്യമില്ലാത്തതിനാൽ കടുത്ത നഷ്ടം നേരിട്ടതായാണ് വിലയിരുത്തൽ. മികച്ച ഗുണനിലവാരമുള്ള ഏലത്തിന്റെ വിതരണത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചതായാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ജനുവരിയിൽ ഏലത്തിന്റെ വില 1,650 രൂപയിൽ നിന്ന് ഡിസംബറിൽ 2,950 രൂപയായി ഉയർന്നിരുന്നു.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൊത്തത്തിലുള്ള വിളവിൽ 50% കുറവുണ്ടായി. പല തോട്ടങ്ങളിലും 20 മുതൽ 30% വരെ ചെടികൾ നശിച്ചതായി കർഷകർ വ്യക്തമാക്കുന്നു. 2023 25,000 ടൺ ഏലമാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ വർഷം ഇത് 30 മുതൽ 40% വരെ ഇടിവ് രേഖപ്പെടുത്തുമെന്നാണ് കർഷകരും വ്യാപാരികളും കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യ നേതൃത്വം ശക്തമാക്കുന്നു. തൊഴിലാളികളെ ആശ്രയിക്കുന്ന കാർഷിക അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലാണ് മുന്നേറ്റം. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ വർഷാവസാന അവലോകനമനുസരിച്ച് 2024 ഏപ്രിൽ-ഒക്ടോബർ കാലയളവിൽ കാർഷിക അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി $27.84 ബില്യൺ ഉയർന്നു. 2023 ഏപ്രിൽ-ഒക്ടോബർ മാസങ്ങളിൽ ഇത് $26.9 ബില്യൺ ആയിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി 2013-14 കാലയളവിൽ $2.4 ബില്യൺ ആയിരുന്നത് 2023-24 $4.2 ബില്യൺ ഉയർന്നു. 2024 ഏപ്രിൽ-ഒക്ടോബർ കാലയളവിൽ സുഗന്ധവ്യഞ്ജന കയറ്റുമതി മുൻവർഷത്തെ ഇതേ കാലയളവിലെ $2.24 ബില്യൺ നിന്ന് 10% വർദ്ധിച്ച് $2.47 ബില്യൺ ആയി. ബസുമതി അരി കയറ്റുമതി $4.8 ബില്യൺ നിന്ന് $5.8 ബില്യൺ ആയും ബസുമതി ഇതര അരി കയറ്റുമതി $2.9 ബില്യൺ നിന്ന് $4.6 ബില്യൺ ആയും ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 184, ലാറ്റക്സ് 126, ജാതിക്ക 360, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 730, കുരുമുളക് ഗാർബിൾ 63,200, കുരുമുളക് അൺഗാർബിൾ 62,200, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,900, കൊപ്ര 17,000, ചുക്ക് 32,500.